നമസ്കാരം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് പ്രിൻസ് ജോസ് സാറാണ്, മാനേജിംഗ് ഡയറക്ടർ ഓഫ് പ്രിൻസ് ജ്വല്ലറി ഗ്രൂപ്പ്. സർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഇപ്പോൾ 1933 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് സർ ഈ ഒരു ഫീൽഡിൽ. അപ്പൂപ്പൻ സ്റ്റാർട്ട് ചെയ്തു, അച്ഛൻ്റെ വഴി സാറിലേക്ക് എത്തി. സാർ ഇപ്പോൾ സാറിൻ്റെ കുട്ടികളും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഈ ബിസിനസ്സിൽ. ആ ഒരു ജേർണി, ഹൗ വാസ് ഇറ്റ്, അതിനെപ്പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതായത് 1933 എൻ്റെ ഗ്രാൻഡ് മദറാണ് ഈ സ്വർണ്ണാഭരണ ബിസിനസ്സിലേക്ക് ഞങ്ങളെ ഫാമിലിയെ കൊണ്ടുവരുന്നത്. പക്ഷേ ഗ്രാൻഡ് ഫാദർ ബിസിനസ്സായിട്ട് എടുത്തു. ഗ്രാൻഡ് മദർ വീട്ടിലിരുന്ന് സ്വന്തം ആവശ്യത്തിനായിട്ട് ആഭരണങ്ങൾ നിർമ്മിക്കുമായിരുന്നു, തട്ടാനെ വെച്ചിട്ട്. അപ്പം എങ്ങനെ ഡിസൈൻസൊക്കെ അമ്മൂമ്മ വരച്ചു കൊടുക്കുമായിരുന്നോ? അത് ആ കാലത്ത് ഡിസൈനേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഈ ഗ്രാൻഡ് മദർ ഈ ഗോൾഡ് സ്മിത്തിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൈറ്റ് പേപ്പറിൽ ഒരു ഫ്ലവർ, പിന്നെ ഒരു ലീഫ്, ഇതെല്ലാം അങ്ങനെ ഒട്ടി വെച്ച് കാണിച്ച് ഒരു രൂപം ഉണ്ടാക്കി കാണിച്ചു കഴിഞ്ഞാൽ തട്ടാനത് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുക. എങ്ങനെയാണ്, അതാണ് പുള്ളിക്കാരത്തിയുടെ ആദ്യത്തെ ഒരു സ്വർണ്ണാഭരണ നിർമ്മാണം. പുള്ളി അത് സ്വന്തം ആവശ്യത്തിനായിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ നെയ്ബേഴ്സ്, അതായത് അയൽവക്കംകാർ ചോദിക്കാൻ തുടങ്ങി, ഞങ്ങൾക്കും കൂടെ അമ്മച്ചി ഒന്ന് ഉണ്ടാക്കി തരുമോ? അപ്പോൾ പറഞ്ഞു, അയ്യോ ഇത്രയും വിലയില്ലേ, അന്ന് 5 രൂപ 6 രൂപയെ വിലയുള്ളൂ ഗ്രാമിന്. അപ്പം അത് വലിയ വിലയാന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി പറഞ്ഞു പറ്റുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു, വൈ ഡോണ്ട് യു ടേക്ക് ദിസ് ആസ് എ ബിസിനസ്? അങ്ങനെ എന്ത് ചെയ്തു, ഈ തട്ടാനെ ഗ്രാൻഡ് ഫാദർ ഒരു ചെറിയ പെറ്റി ഷോപ്പ് ഉണ്ടായിരുന്നു. അതൊരു ടെക്സ്റ്റൈൽ, സ്പൈസസ്, റബ്ബർ, അങ്ങനെ അന്ന് ബാർട്ടർ സിസ്റ്റമാണ്. ഈ കർഷകർ അവർ പെപ്പറും റബ്ബറും കൊണ്ടുവന്ന് വരും. അന്ന് കാലത്ത് ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ തോർത്തും മുണ്ടും മാത്രമേ ഉള്ളൂ. അതാണ് ആ കർഷകർ വാങ്ങിക്കുന്നത്. അത് തന്ന് ഈ തുണി വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ കൂടാതെ അപ്പം ഈ കടയുടെ മുന്നിൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു തട്ടാനെ അങ്ങ് ഇരുത്തി. തട്ടാൻ അവിടെ ഇരുന്ന് പണിയാൻ തുടങ്ങിയപ്പോൾ വരുന്ന ആൾക്കാർ ചോദിച്ചു, വറീസി ചേട്ടൻ സ്വർണ്ണക്കച്ചവടം ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച് തുടങ്ങി കുറേശ്ശെ മാല, കമ്മൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഓരോരുത്തർ ബൈ ഓർഡർ അനുസരിച്ച്. പിന്നെ തോന്നി നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്താലോ. അന്ന് സ്വർണ്ണക്കടകളില്ല. അപ്പം ഡിസ്പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുമ്പോൾ പുള്ളി വിചാരിച്ചു, പുള്ളിയുടെ കടയിൽ വീട്ടിലൊരു ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഉണ്ടായിരുന്നു. പണ്ടത്തെ വലിയ ടൈപ്പ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് അല്ലേ? വലിയ ക്ലോക്ക്. അപ്പോൾ അത് എന്ത് ചെയ്തു, അത് കടയിൽ കൊണ്ട് വെച്ച് അതിൻ്റെ പെൻഡിലും അങ്ങ് ഊരി വെച്ചു. എന്നിട്ട് അതിനെ തട്ടടിച്ച് സ്വർണ്ണം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് പുതിയ സ്വർണ്ണക്കട. അതാണ് ആരംഭം 1933. എൻ്റെ ഫാദർ 1958 ചെന്നൈയിലോട്ട് വന്നു. ചെന്നൈയിൽ വന്നത് നോക്കുമ്പോൾ പുള്ളിക്ക് തോന്നി, ഇവിടെ ലൈറ്റ് വെയ്റ്റ് കേരള ഓർണമെൻറ്റ്സിന് നല്ലൊരു മാർക്കറ്റ് ഉണ്ടല്ലോ, ഒരു കട തുടങ്ങിയാൽ എന്താണെന്നുള്ള ഇതിൽ പുള്ളി അത് ചെന്നൈയിലെ ഉസ്മാൻ റോഡാണ്. ഇപ്പം വേൾഡിലെ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്മാൻ റോഡാണ്. അവിടെ രംഗനാഥൻ സ്ട്രീറ്റ്, മാമ്പലം റെയിൽവേ സ്റ്റേഷൻ റോഡ്. അന്ന് അവിടെ ഒരു ഫോറസ്റ്റ് ആയിരുന്നു. ഈ രംഗനാഥൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റിൽ മാത്രമേ, അതായത് മാമ്പലം റെയിൽവേ സ്റ്റേഷൻ റോഡെന്ന് പറയും, ആൾക്കാർ മൂവ്മെൻ്റ് ഉള്ള, പിന്നെ കടകളൊക്കെ ഉള്ള, അവിടെ ഒരു റെഡിമെയ്ഡ് ഷോപ്പും ജ്വല്ലറിയും കൂടെ ചേർത്ത് ഇട്ടു. അങ്ങനെയാണ് ഈ സ്വർണ്ണ വ്യാപാരം ഞങ്ങൾ ചെന്നൈയിലെത്തുന്നത്. സൂസാറിൻ്റെ ഫാദർ ചെന്നൈയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഫാദറിൻ്റെ ബ്രദറും അവിടെ ഉണ്ടായിരുന്നു. ബ്രദർ ബിസിനസ് നോക്കി. ഫാദർ തൃശ്ശൂർ ആസ് എ ഗോൾഡിൻ്റെ മാനുഫാക്ചറിങ് സെൻറ്റർ ആയത് കാരണം തൃശ്ശൂരിൽ സെറ്റിൽ ചെയ്തു. അപ്പം ഞങ്ങളെല്ലാം പഠിച്ചു വളർന്നതെല്ലാം തൃശ്ശൂരാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഗോൾഡ് സ്മിത്ത് ഇരുന്ന് പണിയും. പിന്നെ തൃശ്ശൂർ എന്തെന്ന് വെച്ചാൽ കൈപ്പറമ്പ്, മുണ്ടൂർ, ആ ഭാഗങ്ങളിലെല്ലാം ഡയമണ്ട് കട്ടിങ് ഉണ്ട്. നമ്മുടെ കേരളത്തുകാർ ഡയമണ്ട് കട്ടിങ്ങിൽ പണ്ട് കാലത്തേ ഉണ്ട്, കട്ടിങ്ങിൽ വളരെ സമർത്ഥരാണ്.
അപ്പോൾ ഗുജറാത്തീസ് അവിടെ കൊണ്ടുവന്ന് റഫ് ഡയമണ്ട് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് കൊണ്ടുപോകും. പക്ഷേ നമ്മുടെ അവിടെ ഈ സമരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ബിസിനസ് സക്സസ് ആയില്ല. എല്ലാം സൂരത്തിലേക്ക് പോയി. സൂരത്താണ് ഏറ്റവും നല്ല കട്ടിങ് സെൻറ്റർ. പക്ഷേ നമ്മുടെ മലയാളികൾ നല്ല ഫൈൻ കട്ടിങ് ആണ് അവരുടെ ഡയമണ്ടിൻ്റെ അകത്ത് 58 ഫാസിറ്റ്സ് ഉണ്ടായിരിക്കണം ഒരു ഡയമണ്ട് അത് കട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ പ്രധാനം. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 8 വയസ്സുണ്ടായിരിക്കും. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കല്ലരയ്ക്കുന്നവരോടെ ഇരുന്ന് അവരെ വരയ്ക്കുന്ന കണ്ട് നമുക്കൊരു കൗതുകമാണ്. അങ്ങനെ പതുക്കെ അത് കട്ട് ചെയ്ത് ഒരു ഡയമണ്ട് കട്ട് ചെയ്യാനായിട്ട് ഞാൻ അങ്ങ് പഠിച്ചു. ചെറുപ്പത്തിൽ 10 വയസ്സായപ്പോഴത്തേക്ക് ഫുൾ കട്ട് ഡയമണ്ട് കട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതെൻ്റെ ഒരു ദൈവാധീനം എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. സാർ ജിംനോളജി ജെംസ് റിലേറ്റഡ് എന്തെങ്കിലും പഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും അറിവൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ? ഞാൻ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോയി ജെമിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിലെടുത്താൽ അത് ബൈ പ്രാക്ടീസ് അത് എനിക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ദൈവാധീനമുണ്ടായി. അതേമാതിരി ഞാൻ ഈ ഗോൾഡ് സ്മിത്തിൻ്റെ കൂടെ ഇരുന്ന് പണി പഠിച്ചു. അവർ പണിയുന്നത് അപ്പം സ്വർണ്ണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും എനിക്കൊരു അനുഭവമുണ്ട്. അവർ ചെയിൻ ഉണ്ടാക്കുന്നതും ജിമിക്ക ഉണ്ടാക്കുന്നതും ഒക്കെ സോൾഡർ ചെയ്യുന്നതും അതൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിക്കുകയല്ല, ഇവരോട് ഇരുന്ന് ഓരോ ഇത് കണ്ടു പഠിക്കുക. പിന്നെ വരയ്ക്കുമായിരുന്നു ചെറുപ്പത്തിലെ. അപ്പം അത് എൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പാരമ്പര്യമായിരിക്കാം. അതുപോലെ ഞാൻ ഡിസൈനുകളിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെന്നൈയിൽ ഞാനൊരു 1978 വന്നു. ആ കാലത്ത് ഗോൾഡ് കൺട്രോൾ ആക്ട് ഉണ്ടായിരുന്നത് കാരണം എൻ്റെ ഫാദർ ബിസിനസ്സിൽ ഞാൻ പാർട്ട്ണറായിട്ട് ചേർന്നു. സാറും അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു? ചെന്നൈയിലെ ഷോറൂമിൽ ഞാനൊരു പാർട്ട്ണറായി 18 ഇയേഴ്സ് ആയപ്പം. അപ്പോൾ പ്രായപൂർത്തിയാകുന്നുള്ളൂ ആ കാലത്ത്. അപ്പം 5 വർഷത്തെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പാർട്ട്ണർഷിപ്പിലായി ചേർന്നു. ഞാൻ കടയിലെ സെയിൽസിലൊക്കെ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു, അക്കൗണ്ട്സിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു. സൈമൾട്ടേനിയസ്ലി മദ്രാസ് ലയോള കോളേജിൽ ഗ്രാജുവേഷനും ചേർന്നു. അപ്പം രണ്ടും സൈമൾട്ടേനിയസായിട്ട് നടന്നു. അപ്പോൾ സാറ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 1983 ഓക്കെ, അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ? 1983 ഞാൻ പ്രിൻസ് ജ്വല്ലറി എന്നൊരു സ്ഥാപനം ആരംഭിച്ചു. അത് പനങ്കൽ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് ഉസ്മാൻ റോഡിൽ പനങ്കൽ പാർക്ക് ആണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്ഥലം. അവിടെ ഒരു ചെറിയൊരു ഷോറൂം ആരംഭിച്ചു. ഞാൻ എൻ്റെ ആരംഭം അതാണ്. എനിക്കൊരു 5 കിലോ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഒരു 2.5 ലക്ഷം രൂപയുടെ ഇൻറ്റീരിയർ ചെയ്യാനായിട്ട്. പക്ഷേ ഇൻറ്റീരിയർ ഞാൻ ചെയ്തില്ല, അത് എക്സിസ്റ്റിംഗ് ഒരു ഷോറൂമായിരുന്നു. അത് വെച്ച് ഞാൻ സിൽവറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ജ്വല്ലറി ഷോപ്പ് തുടങ്ങി. അപ്പോൾ ഈ ബ്രാൻഡ് നെയിം അന്ന് മുതലേ 83 മുതലാണോ ഈ പ്രിൻസ് എന്നൊരു ബ്രാൻഡ് നെയിം യൂസ് ചെയ്യാൻ തുടങ്ങിയത്? അതാണ് ഈ പ്രിൻസ് ജ്വല്ലറി. സാറിൻ്റെ ഫാമിലിയെ പറ്റി ഒന്ന് പറയാമോ? അവരെങ്ങനെയാണ് ഈ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നത്? യു ആർ മാനേജിങ് 6 ഷോറൂംസ് റൈറ്റ്? അപ്പോൾ എങ്ങനെ അവരുടെ ഹെൽപ്പിംഗ് എങ്ങനെയാണോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? 1984 എൻ്റെ മാരേജ്. എൻ്റെ വൈഫും എൻ്റെ കൂടെ ബിസിനസ്സിൽ ചേർന്നു. അങ്ങനെ 1987 ഒരു മോനുണ്ടായി, 1990 ഒരു മോനുണ്ടായി. അപ്പോൾ അങ്ങനെ 2 ആൺമക്കളാണ് ഉള്ളത്. അവർ 2 പേരും അവരുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം പോസ്റ്റ് ഗ്രാജുവേഷന് 2 പേരും UK പോയി. ഒരാൾ കാർഡിഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും റീറ്റെയിൽ മാനേജ്മെൻറ്റിൽ മാസ്റ്റേഴ്സ് എടുത്തു. ഇനി ഒരാൾ പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. ഇതിന് ശേഷം അവർ 2 പേരും ജെമോളജി പഠിക്കാനായിട്ട് ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക, GIA എന്ന് പറയും, അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ക്യാമ്പസ്. അവിടെ മൂത്തയാൾ കാലിഫോർണിയയിലെ കാൾസ്ബർഗിൽ ക്യാമ്പസിൽ പോയി കളർ സ്റ്റോൺ ഗ്രേഡിങ്ങും ഡയമണ്ട് ഗ്രേഡിങ്ങും അതിൻ്റെ ഫുൾ കോഴ്സ് പുള്ളി ചെയ്ത് ജെമോളജി ഗ്രാജുവേഷൻ ചെയ്ത് പാസ്സായി. അതിനുശേഷം രണ്ടാമത്തെ ആൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് US തന്നെ ന്യൂയോർക്കിൽ ക്യാമ്പസിൽ ഡയമണ്ട് ഗ്രേഡിങ് മാത്രം പുള്ളി ചെയ്തുള്ളൂ. അത് പഠിച്ചു വന്ന്, കാരണം ന്യൂയോർക്കാണ് ഏറ്റവും കൂടുതൽ ഡയമണ്ട്സ് കാണുവാനായിട്ടും എത്ര കല്ലുകൾ നമ്മൾ കാണുമോ അത്രയും എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. മക്കളൊക്കെ ഇത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ 2 പേരും അക്രഡിറ്റഡ് ജെമോളജിസ്റ്റാണ്. ഫുള്ളി ഇപ്പോൾ ഇറങ്ങിയൊക്കെയല്ലേ ഈ ഫീൽഡിൽ തന്നെ അല്ലേ എല്ലാവരും മക്കളെല്ലാം? അവർ എൻ്റെ കൂടെ ബിസിനസ്സിൽ 2006, 2008 ഒരാൾ 2006 ഒരാൾ 2008 തൊട്ട് എൻ്റെ ബിസിനസ്സിൽ ജോയിൻ ചെയ്തു.
ഇപ്പം മക്കളും എൻ്റെ കൂടെയുണ്ട്. ഞങ്ങൾ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്നാണ് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. I have studied the diamond grading course from New York campus of GIA. GIA is Gemological Institute of America. And my elder brother, he has graduated from California, again from the School of Gemological Institute of America. He has studied both the diamond grading as well as color stone grading as well. ഞങ്ങളുടെ എല്ലാം സെൻട്രലൈസ്ഡ് പർച്ചേസാണ്. ഞങ്ങൾക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അതേ കോർപ്പറേറ്റ് ഓഫീസിൽ തന്നെ എല്ലാം വൺ റൂഫിൽ എല്ലാമാണ്. അതെ, ചെന്നൈയിലാണ്. ഒരു ഡിസൈൻ സ്റ്റുഡിയോ ഉണ്ട്. അതിൽ ഒരു 5 സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ആ സ്റ്റുഡൻസ് എല്ലാം നിഫ്റ്റിൽ നിന്നാണ്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിലെ സ്റ്റുഡൻസാണ്. അതല്ലാതെ ചെന്നൈയിലെ നല്ല റെപ്യൂട്ടഡ് കോളേജുകളിലെ ഫൈനാൻസ് പഠിക്കുന്ന കുട്ടികൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ അപ്രൻറ്റീസായിട്ട് വന്ന് ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കും അവർക്ക്. അതിൻ്റെ ബേസിക് തിങ് മാസ്റ്റർ മൈൻഡ് ഞാനായിരിക്കും അത് ചെയ്തു കൊടുക്കുന്നത്. നമ്മളൊരു തീം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ ഡെവലപ്പ് ചെയ്യണം. പിന്നെ എന്താണ് എൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവരി ഇയർ ഐ വിൽ ടേക്ക് 5 സ്റ്റുഡൻസ്. അപ്പോൾ ഫ്രഷ് ഐഡിയാസ് വിൽ ബി ദർ. ഈ കട്ട് ആൻഡ് പേസ്റ്റ് കോപ്പിങ്, വേറൊരു ജ്വല്ലറിക്കാരൻ്റെ പരസ്യം കണ്ട് അതെല്ലാം ചെയ്യുന്നത് അതല്ല എൻ്റെ ഇത്. സംതിങ് നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. ഞാൻ രാവിലെ 4:30 എണീറ്റ് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഈ ഡിസൈന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യും. ആ 1 മണിക്കൂറാണ് എൻ്റെ ഏറ്റവും വേറൊരു ലോകത്തായിരിക്കും. അതാണ് അവർ ഡെവലപ്പ് ചെയ്യുന്നത്. അത് 9:30 ആകുമ്പോൾ ആ ഡിസൈൻസ് ഡെവലപ്മെൻറ്റ് ചെയ്തിട്ട് അവർ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കും. അവർ അത് നെറ്റിൽ കൂടെ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി, അവർ ഡെവലപ്പ് ചെയ്തോളും. ഓരോ ഡയമണ്ട് പീസും ഞങ്ങൾ മക്കൾ 2 പേരും ഡയമണ്ട് ഗ്രേഡിങ് ചെയ്ത ശേഷമാണ് ഇത് ഫൈനൽ അപ്രൂവൽ വന്നത്. ഫിനിഷ് ചെയ്ത ശേഷവും പിന്നെയും ക്വാളിറ്റി കൺട്രോളുണ്ട്. അതേ ഡയമണ്ടാണോ ഇത്. അതുകൊണ്ട് ഡയമണ്ടിൻ്റെ വെയിറ്റ് ഓരോ പീസിലും കറക്റ്റ് ആയിരിക്കും. So, and predominantly our jewelry are being quality checked from the head office and then given to all the branches. And for diamonds, we have a certified a gemologist who grades the diamonds and then it is given for manufacturing. And we also have our own factory where we manufacture our own diamond jewelry as well. And all our diamond jewelry is being sold with a guarantee card and also from a certified laboratory. ഈ നമ്മളിപ്പോൾ 1933 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ബിസിനസ്സാണ്. അപ്പൂപ്പൻ മുതൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ സാറ് പേഴ്സണലി നോക്കുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഈ കൺസ്യൂമേഴ്സിൻ്റെ ഒരു പ്രിഫറൻസസിന് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് ഉണ്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് ആ ഒരു ചേഞ്ചസ്? 1983 ഡിസൈനും ഇപ്പോഴത്തെ ഡിസൈനുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മുടെ പഴയ കാലത്തെ ആൾക്കാർ, ഞാൻ പറയുന്ന ഒരു 45 വയസ്സിന് മേലെയുള്ളവരും 45 വയസ്സിന് താഴോട്ടുള്ള 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള യങ്സ്റ്റേഴ്സ്, അവരുടെ ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അവർക്ക് ലൈറ്റ് വെയ്റ്റ് വേണം, അതല്ലെങ്കിൽ ട്രെൻഡി ജ്വല്ലറി വേണം, കുറച്ച് ഓഫീസ് വെയർസ് വേണം. The new trend is the youngsters, they would always prefer their jewelry to be a little more colorful. So they have been products where they use more of ruby and emeralds. And also diamonds they prefer because diamond prices are also going up. So that is also a good investment, what the father mother also looks at when they're buying for their daughters as a jewelry. ഞങ്ങൾക്ക് പല ഇൻഹൗസ് ബ്രാൻഡ്സ് ഉണ്ട്. ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ, ലൈറ്റാസ് എയർ കളക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസാണ്, ഓഫീസ് യൂസിനാണ്. പിന്നെ ടിയ എന്ന് പറഞ്ഞിട്ടൊരു കളക്ഷനുണ്ട് ഡയമണ്ടിൽ. അത് അഫോർഡബിൾ ഡയമണ്ട് ജ്വല്ലറിയാണ്, ഡെയിലി വെയർ ഡയമണ്ട് ജ്വല്ലറി. 10,000 റുപ്പീസ്. ആൾക്കാർ വിചാരിക്കും അയ്യോ ഡയമണ്ട് ഒത്തിരി വിലയാണ്, വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അത് 10,000 റുപ്പീസിലിരുന്ന് 2 ലക്ഷം രൂപ വരേക്കുള്ള ഒരു ഇതാണ്. അതെല്ലാത്തിനും ബൈബാക്ക് ഗ്യാരണ്ടി ഉണ്ടായിരിക്കും, സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത്. ഈ ഡയമണ്ട് ക്വാളിറ്റിയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത്. പിന്നെ ഡിസൈൻ നിങ്ങൾക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ തിങ് മനസ്സിൽ ഉണ്ടെങ്കിൽ ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം, ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാം ആ ഡിസൈൻ. അതാണ് ഏറ്റവും വലിയ അസറ്റ്. ഇപ്പം അൺകട്ട് ഡയമണ്ട് ഉണ്ട്. അതായത് അൺകട്ട് ഡയമണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി കട്ട് ഡയമണ്ട് അല്ല, അത് ഗോൾഡും അൺകട്ട് ഡയമണ്ട്. അപ്പോൾ അതിന് ഇച്ചിരി കോസ്റ്റ് കുറവായിരിക്കും. ആൾക്കാർക്ക് ഒത്തിരി വലിയ നെക്ലേസുകളൊക്കെ ഉണ്ടാക്കാം. സാധാരണ
മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നന്നായി പോകുന്ന ഒരിതാണ്. അവർ മാരേജസിൽ അൺകട്ട് ഡയമണ്ട്സ് വളരെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ അൺകട്ട് ഡയമണ്ടിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി കട്ട് ഡയമണ്ട് ഉണ്ടല്ലോ, ബ്രില്യൻ ഡയമണ്ട്, അത് അത്രയ്ക്കുള്ള ഒരു ബ്രൈറ്റ്നസ് ഉണ്ടാവില്ല. പക്ഷേ എന്നാലും ഒരു ഷൈനിങ് ഉണ്ട്. ഇപ്പോൾ ഒരു മാരേജിന് ഇടുമ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലൈറ്റും ഒക്കെ വരുമ്പം നല്ലതായിട്ട് ഒരു കളർഫുള്ളായിരിക്കും ആ പ്രോഡക്റ്റ്. പിന്നെ നല്ലതായിട്ട് അത്രയും നമുക്ക് വില കുറഞ്ഞിരിക്കണമെന്നുള്ള ആഗ്രഹം മനുഷ്യർക്കുള്ളത് കൊണ്ട് ഡിസൈൻ എങ്ങനെ വേണമെങ്കിലും കുറച്ചുകൂടെ നല്ലതായിട്ട് ഇലാബറേറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. മറ്റേത് ട്രെൻഡി ഡിസൈൻ എന്നൊക്കെ പറയുമ്പം അതിനകത്ത് വളരെ മിനിമൈസ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വരുള്ളൂ ട്രെൻഡി ഡിസൈൻസിൽ. ഇതിനകത്തൊക്കെ നമ്മൾക്ക് പലവിധ ഡിസൈനുകളും ക്രിയേറ്റ് ചെയ്ത് അതിനെ നല്ല എക്സ്ക്ലൂസിവിറ്റി ആക്കാനായിട്ടും യുണീക്ക് ആക്കാനും സാധിക്കും. ഞങ്ങൾക്ക് നല്ല ഒരു ഓൾ ഓവർ ഇന്ത്യ, ഇപ്പം ഡൽഹിയിൽ നിന്ന് കസ്റ്റമേഴ്സ് വരും, കൽക്കട്ടയിൽ നിന്ന് കസ്റ്റമേഴ്സ് വരും. പക്ഷേ ഏറ്റവും നല്ല ക്വാളിറ്റി പ്രിഫർ ചെയ്യുന്നത് ചെന്നൈയാണ്. അവിടെ ബ്രാഹ്മിൺസ്, അവർക്ക് ഈ ഡയമണ്ടിൽ അവർ പറയുന്ന ലോക്കൽ ലാംഗ്വേജ് ദോഷമില്ലാത്ത ഡയമണ്ട് വേണം. ദോഷം മീൻസ് വാട്ട്? ഫ്ലോ. ഞാൻ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫ്ലോലെസ് ഡയമണ്ട്, ഇറ്റ്സ് എ ക്ലീൻ ആൻഡ് കട്ട്. അപ്പോൾ അത് വില കൂടും. ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ഒരു ഡയമണ്ടിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്തേക്ക് ലൈറ്റ് ട്രാൻസ്പെറൻറ്റ് ചെയ്യുന്ന ബ്ലോക്കായി. അപ്പോൾ അതിന് ലെസ്റ്റർ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വില കുറവാണ് ആ കല്ലിന്. ആ കറുത്ത സ്പോട്ട് മാറ്റണമെങ്കിൽ ലേസർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ വേസ്റ്റേജ് വരും. അപ്പോൾ അതിന് വീണ്ടും ഡയമണ്ട് കട്ടായി കഴിഞ്ഞാൽ അതിന് വാല്യൂ കൂടി, അത് ബെറ്റർ ലെസ്റ്റർ വന്ന ഡയമണ്ടായി. അങ്ങനെയാണ് അതിൻ്റെ ഇത്. ഇപ്പോൾ നമ്മൾ ഒരു ലൈറ്റിൻ്റെ കീഴിൽ ഒരു കൈ വെച്ചു, ഒരു ഷാഡോ വരുമല്ലേ, അതുപോലെയാണ് ഡയമണ്ട് മുകളിൽ സ്പോട്ട് ഉണ്ടെങ്കിൽ അകത്തേക്കുള്ള ലൈറ്റിങ് ഫ്ലോ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ലെസ്റ്റർ കുറയും. പിന്നെ ചിലർ പറയും അതിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദോഷം വന്നു. അങ്ങനെയൊന്നുമില്ല. ഡയമണ്ട് ഈസ് ഫ്രം കാർബൺ. അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് അതെല്ലാം. ഇന്നിട്ടപ്പോൾ എനിക്ക് പനി വന്നു, അത് വന്നു, അതൊക്കെ ദാറ്റ് ഈസ് എന്നെ സംബന്ധിച്ചോളം. ഞാൻ ഇതിനകത്ത് ജനിച്ചു വളർന്ന മനുഷ്യനായതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ചിലവർ പറയും ഞാൻ ബിസിനസ്സിന് വേണ്ടി പറയുമായിരിക്കും. അല്ല, ഞാൻ എൻ്റെ ക്ലിയർ ഹാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്. അതൊന്നും ഇല്ല അതിനകത്ത്. ഇറ്റ്സ് കാർബൺസ് കമ്മിങ് ഫ്രം കാർബൺ. അതിനകത്ത് ഈ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അതിനകത്ത് പല ഇതുണ്ട്. IF ഇൻറ്റേർണലി ഫ്ലോലെസ്, VVS1 വെരി വെരി സ്മോൾ ഇൻക്ലൂഷൻസ്, പിന്നെ SI സ്മോൾ ഇൻക്ലൂഷൻസ്, അങ്ങനെ ഗ്രേഡിംഗ് ഉണ്ട്. ഇപ്പോൾ ആസ് എ കോമൺ മാൻ എങ്ങനെയാണ് ഒരാൾക്ക് ഡയമണ്ടിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രഷ്യസ് സ്റ്റോണിൻ്റെ അതിൻ്റെ ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ അത് ഗുഡാണോ, നല്ലതാണോ, ചീത്തയാണോ, ചീത്ത ഇൻ ദ സെൻസ് നല്ല ക്വാളിറ്റി ഇല്ലാത്തതാണോ, എങ്ങനെയാണ് അത് ഒരാൾക്ക് എന്തെങ്കിലും വഴിയുണ്ടോ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊക്കെ? ആസ് എ കോമൺ മാൻ ഹി ഹാസ് ടു ട്രസ്റ്റ് us. There is no difficulty as such, but one should buy from a reliable jeweler so that the diamonds have been genuine and also conflict free, and they also been certified by a renowned gemologist or a laboratory. പിന്നെ കളർ DF തൊട്ടിട്ട് കളറുണ്ട്. D ഒക്കെ ആകുമ്പോൾ പ്രൈസ് കൂടും. E ആണ് ഇവിടെ മാർക്കറ്റിൽ വിൽക്കുന്നത്. ഇപ്പോൾ G ആണോ H ആണോ നിങ്ങൾക്കറിയാൻ പറ്റുകയില്ല. ഞങ്ങളെ വിശ്വസിച്ച് വാങ്ങിക്കുന്നു അല്ലേ. അപ്പോൾ ഞാൻ തരുന്ന സാധനം ഞാൻ ട്രസ്റ്റ് വേഴ്സി ആണെങ്കിൽ മാത്രമേ എൻ്റെ ബിസിനസ് പ്രോസ്പെരിറ്റി ഉണ്ടാവുള്ളൂ. And recent times there also been lab grown diamonds, but lab grown diamonds cannot be seen with naked eyes, but only be tested under a equipment which is again by the Gemological Institute of America. So we use such equipments to grade our diamonds before we give it for manufacturing as well, so that we don't sell any lab grown diamonds but natural diamonds, and they're also certified and it's from the laboratory as well. ഞാനിപ്പോൾ കാണിക്കുന്നത് ഓരോ ജ്വല്ലറിയും സർട്ടിഫൈ ചെയ്തിരിക്കുന്ന സർട്ടിഫിക്കറ്റാണ് കാണിക്കുന്നത്. അത് ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് സോളിറ്റയർ ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതൊരു ഇൻ്റർനാഷണൽ ലാബാണ്. ആ ലാബ് സർട്ടിഫൈ ചെയ്തിരിക്കുന്ന ഓരോ പ്രൊഡക്റ്റും, അതായത് ഈച്ച് ആൻഡ് എവറി പ്രൊഡക്റ്റിലെ അതിനൂടെ കട്ട്, കളർ, ക്ലാരിറ്റി, ഈവൻ ഡയമണ്ടിൻ്റെ വെയ്റ്റ് ഇതിലുണ്ടായിരിക്കും. കൂടാതെ ആ ജ്വല്ലറിയുടെ ഫോട്ടോഗ്രാഫിയും ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ആഭരണങ്ങൾ വിൽക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റും അതിൽ കൂടെ ഞങ്ങൾ കസ്റ്റമറിന് നൽകുന്നതാണ്. ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുള്ള ജ്വല്ലറി ഏത് കടകളിൽ കൊണ്ടുപോയാലും അവരെടുക്കേണ്ടത് അവരുടെ ഇതാണ്. കാരണം ഇതിൻ്റെ കളർ കട്ട് ക്ലാരിറ്റി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഞങ്ങളുടെ കടയിൽ തിരികെ കൊണ്ടുവന്ന് അത് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അത്
ബൈബാക്ക് ഗ്യാരണ്ടി ഉണ്ട് അതിന്. ആ ബൈബാക്ക് ഗ്യാരണ്ടി പ്രകാരം ഞങ്ങൾ തിരിച്ചെടുക്കും. നിങ്ങൾക്ക് ഡയമണ്ട് വിൽക്കാൻ ബുദ്ധിമുട്ട് വരും വാങ്ങിച്ചാൽ, അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് എടുക്കാം. വളരെ 100% ഷുവറിറ്റിയോടുകൂടി നിങ്ങൾക്ക് ഈ ജ്വല്ലറി മേടിക്കാമെന്നുള്ളതാണ്. പ്രിൻസ് ജ്വല്ലറിയുടെ സ്ലോഗൻ നമ്മൾക്ക് അറിയാവുന്നതാണ്. ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേൾക്കുമ്പോൾ. അതൊക്കെ ആരാണ് സജസ്റ്റ് ചെയ്തത്? പ്രിൻസ് ഈസ് ട്രസ്റ്റഡ് ഫോർ വാല്യൂ എന്നാണ് ഞങ്ങളുടെ സ്ലോഗൻ. ഈ പ്രിൻസ് ഈസ് ട്രസ്റ്റഡ് ഫോർ വാല്യൂ ഞാനുണ്ടാക്കിയ ഒരു സ്ലോഗനാണ്. ഇപ്പോൾ നമ്മൾ 2020, ബിഫോർ 2020, ആഫ്റ്റർ 2020 ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് നമ്മുടെ COVID-19. ഈ രണ്ട് സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് നിങ്ങളുടെ ഒരു ഗോൾഡ് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്തിരിക്കുന്നത്? പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ് എങ്ങനെയാണ് അതൊന്ന് എഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് സാറിൻ്റേതായ വ്യൂസ് ഒന്ന് പറയാമോ? ഈ കൊറോണ പീരീഡിൽ 2 വർഷം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ്. പക്ഷേ കൊറോണ ടൈമിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും വിചാരിക്കും കൊറോണ വന്നു എല്ലാം ഇത്. കൊറോണ ആരംഭിക്കുമ്പോൾ ഗോൾഡിന് 3500 രൂപയായിരുന്നു വില. ഇന്നിപ്പോൾ ഗോൾഡിന് ഉദ്ദേശം ഇന്നത്തെ വില കൂട്ടുവാണെങ്കിൽ 4515 ഇന്നത്തെ വില. അപ്പോൾ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 3500 നിന്നും 4515 രൂപയാണ് ഇന്നത്തെ വില. ഏത് ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും, ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ല. ബാങ്കിലിടുന്ന പണത്തിന് നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഇൻട്രസ്റ്റ് മേടിക്കുമ്പോൾ അതിന് ഇൻകം ടാക്സ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 2.75% മാത്രമാണ്. പക്ഷേ നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ കാൽക്കുലേഷൻ എടുത്ത് നോക്കുമ്പോൾ 33% വരേക്കും 2 വർഷത്തിനുള്ളിൽ സ്വർണത്തിൻ്റെ വില അധികമായിട്ടുണ്ട്. അപ്പം ഗോൾഡ് ഈസ് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ച്വലി. അതാണല്ലോ പഴയ കാലത്തെ നമ്മളെ കാരണവന്മാർ ഒരു കല്യാണം ഉണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് കാശ കൊടുക്കുന്നതിന് പകരം സ്വർണ്ണമായിട്ട് കൊടുക്കുന്നു. ഈ സ്വർണം ഏത് അത്യാവശ്യ സമയത്തും നാളെ തന്നെ കൈ കാശ് കിട്ടും. See, നമുക്ക് എപ്പോഴും ഒരു whenever you look at as an investment, I would always say that gold is the right choice because it can be worn by your family members. At the same time, it's an investment as the prices have been going up. And in case whenever you want to liquidate it, it can be encashed immediately. And it is not like other investments like real estate where it would take time and you need to find a buyer to sell the land. But if it is a jewelry, it is very easy. You can go to any jewelry shop and encash it immediately, or also you can also pledge it and also take a gold loan over it as well. നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയാനായിട്ട് എന്നെ സംബന്ധിച്ചോളം ഇല്ല സത്യത്തിൽ. ഞങ്ങളൊരു വീഡിയോ ഷോപ്പിംഗ് ആരംഭിച്ചു ഈ കോവിഡ് ടൈമിൽ. അപ്പോൾ കസ്റ്റമർ വെറുതെ വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പം ഞങ്ങൾ പ്രൊഡക്റ്റ് അവരൊക്കെ ഇഷ്ടം പോലെ എടുത്ത് കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ പിന്നെ അവർ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടത് മാറ്റി അവർക്ക് ഹോം ഡെലിവറി എന്നുള്ള സിസ്റ്റത്തിൽ ഞങ്ങൾ ചെയ്ത്. ഇപ്പോൾ നമുക്ക് മൊത്തം എത്ര ബ്രാഞ്ചസ് ആണ്? 6 ഷോറൂം. ഞാൻ ഈ നമ്പർ ഓഫ് ഷോറൂംസിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ്. ഉള്ള ഷോറൂം നമുക്ക് നല്ലതായിട്ട് കേറ്റർ ചെയ്യാനായിട്ട് സാധിക്കണം. കസ്റ്റമറിനെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു ഇത്. ഞങ്ങൾ ഇപ്പം 4 പേര്, ആ 4 സ്റ്റാർസ് എൻ്റെ ലോഗോ 4 സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരാണ്. ഇന്ന് നമുക്കതിൻ്റെ ആഘോഷമായിരുന്നല്ലോ 13th ആനിവേഴ്സറി. കേരളത്തിലേക്ക് 2008 ഡിസംബർ, ഇന്നിപ്പോൾ 22-ാം തീയതി ഞങ്ങൾ 13 വർഷം മുമ്പ് ഈ ജ്വല്ലറി ഷോറൂം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ മാർക്കറ്റ് എങ്ങനെ ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യും എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കേരളത്തുകാരാണല്ലോ എന്തായാലും. പക്ഷേ ജ്വല്ലറി രംഗത്ത് ഞങ്ങൾക്കുള്ള പാരമ്പര്യവും ഞങ്ങൾക്കുള്ള എക്സ്പീരിയൻസും വെച്ച് ഞങ്ങൾക്ക് ഇവിടെ നന്നായി ബിസിനസ് ചെയ്യാൻ സാധിച്ചു. അത് ഇവിടുത്തെ ജനങ്ങളുടെ സഹകരണങ്ങളും കൂടാതെ ഞങ്ങളുടെ ഡിസൈനാണ് ഏറ്റവും വലിയ പ്രധാനം.
വാർഷികത്തിൻ്റെ ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ആശംസകൾ. ഞാൻ എൻ്റെ കഴിവനുസരിച്ച് ഏറ്റവും നല്ല ഡിസൈനുകളുമായിട്ടാണ് തിരുവനന്തപുരത്ത് വന്നത്. പക്ഷേ ഡിസൈൻ നല്ലതും ക്വാളിറ്റി നല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റിൽ അവർ നല്ല പ്രൈസ് തരണം ഈ സാധനത്തിന്. പക്ഷേ മറ്റുള്ള ഈ കോമ്പറ്റേറ്റീവ്, ഞാൻ അപ്പോൾ പഠിച്ചത് ഇത് വെരി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ആൾക്കാർക്കെല്ലാം വളരെ ട്രിവാൻഡ്രം ലോ പ്രൈസ്, ലോ മേക്കിംഗ് ചാർജ്, കൂലി കുറവ്, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റാണ്. ഞാൻ എൻ്റെ എഫേർട്ട് മുതിയിട്ട് അതിനകത്തൊരു കൂലിയുണ്ട്, അതിനകത്തൊരിതുണ്ട്. അത് തന്നാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. നിങ്ങളൊരു ആർട്ട് പോയി മേടിക്കുന്ന ഒരു പെയിൻറ്റിങ്, അയാളുടെ ടൈം സ്പെൻഡ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ്. അതുപോലെയാണ് എൻ്റെ ഓരോ പീസിനും ഉണ്ടായിരുന്നത്. പക്ഷേ ചിലവർക്കൊക്കെ അത് വളരെ ഇഷ്ടപ്പെട്ടു, ചിലരൊക്കെ അത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ജനറൽ പബ്ലിക്, അതാണല്ലോ മാസ് പബ്ലിക്, അവർക്ക് വേണ്ടിയിട്ട് ഒരു കമേഴ്ഷ്യൽ ജ്വല്ലറി. അപ്പം ഞാൻ മാർക്കറ്റിനകത്ത് ഒരു ഫ്ലോർ കമേഴ്ഷ്യൽ ജ്വല്ലറി ആക്കി, ഒരു ഫ്ലോർ എക്സ്ക്ലൂസീവ് ജ്വല്ലറി ആക്കി. I would always say discounts or benefits is always a part of the Indian society, but it is not what we look at. We always look at giving genuine and trustworthy and conflict-free diamonds, and which are natural. So it is not about discounting. You can get it at a cheaper price, but it is not that. But we want to sell genuine products. So we don't believe in discounts, but definitely during festive offers, we do offer discounts as well. So I would always say it is not about offers or you get it at a cheaper price. Go to a trustworthy, a renowned jeweler and buy the jewelry which is satisfying for you. Do not look at the price, but look at the genuinity of the jeweler and buy it from them. പക്ഷേ ഞങ്ങൾ ചെന്നൈ, ബാംഗ്ലൂർ, കോയമ്പത്തൂർ എല്ലാം നല്ല എക്സ്ക്ലൂസീവ് ജ്വല്ലറി കിട്ടും. ഇവിടെ കേരളത്തിലുള്ള എല്ലാ നല്ല ആൾക്കാരും ചെന്നൈയിൽ വന്ന് വാങ്ങിക്കും. അവരുടെ ഇഷ്ടത്തിലും ഉണ്ടാക്കും. ബേസിക്കായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈൻസ്, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഡിസൈൻസ്, നമ്മുടെ സ്റ്റുഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഡിസൈൻസ്, അങ്ങനെ അതിനെ ഞങ്ങൾ വളർത്തിയെടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് കണ്ടുവരുന്നൊരു ട്രെൻഡാണ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ ബ്രൈഡ്സ് എല്ലാം ഒരുപാട് പൊന്നിൽ കുളിച്ച് നിൽക്കുന്നതിന് പകരം 1 2 അല്ലെങ്കിൽ 3 4 ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പീസസ് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ. അപ്പോൾ ആൻറ്റിക് ജ്വല്ലറി ഇപ്പോൾ നമ്മൾ എല്ലാ മിക്ക ഗോൾഡ് ജ്വല്ലറീസിലും ഒരു സെപ്പറേറ്റ് സെക്ഷനായിട്ട് തന്നെ അവരത് ഫോർവേഡ് ചെയ്യുന്നുണ്ട്, ആൻറ്റിക് ജ്വല്ലറി. അതിനെപ്പറ്റി സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാല ജ്വല്ലറി ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയുന്ന ആൻറ്റിക്ക് ഒരു കളറ്, ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ഒരു റെഡിഷ് കളറോ അതിന് ആൻറ്റിക് എന്ന് പറയുന്നു. പക്ഷേ എനിക്കതിൽ അറിയില്ല എങ്ങനെയാണ് ഇവർ ആൻറ്റിക് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ബ്രാൻഡ് തന്നെയുണ്ട്, ഏൻഷ്യൻ സീക്രട്ട് ഇന്ത്യൻ ആൻറ്റിക് ജ്വല്ലറി കളക്ഷൻ. അതിൻ്റെ അകത്തുള്ളതെല്ലാം റിയൽ ആൻറ്റിക് പീസസ്, പിന്നെ റിപ്ലിക്കാസ് ഓഫ് ആൻറ്റിക് ജ്വല്ലറീസ്. അത് ഡിഫറെൻ്റാണ് ആക്ച്വലി ഞങ്ങളുടെ ആൻറ്റിക് കളക്ഷൻ. മറ്റേത് ഞങ്ങൾ പറയുന്ന ഡിസൈനർ വെയർ എന്നാണ്. ഡിസൈനർ വെയർ എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ നിങ്ങൾ ഇവിടെ കാണുന്ന കോമൺ ആയിട്ട് എല്ലാവരും ആൻറ്റിക് എന്ന് പറയുന്നതാണ് ഡിസൈനർ വെയർ ആയിട്ട് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു 150 years ബാക്ക് എങ്കിലും പഴക്കം നമുക്ക് വേണം ആൻറ്റിക് അല്ലേ? അതെല്ലാം വളരെ റെയർ പീസസേ കിട്ടുള്ളൂ, ഇപ്പൊന്നും കിട്ടാനില്ല. പണ്ട് കാലത്ത് അത് ഞങ്ങൾ എല്ലാ കൊല്ലം എക്സിബിഷൻ നടത്തിയിരുന്നു. ലാസ്റ്റ് 2 years ആയിട്ട് കൊറോണ പീരീഡിൽ അത് നടത്താൻ സാധിച്ചിരുന്നില്ല. അതല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റിലും അത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു എക്സിബിഷനാണ്. അമേരിക്കയിലൊക്കെ ചെല്ലുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു 2-3 മാസം മുമ്പേ ആൾക്കാർ എന്നാ വരുന്നതെന്ന് ചോദിച്ചിട്ടിരിക്കും. കാരണം അത് കൂടുതലും ഇഷ്ടപ്പെടുന്ന തെലുങ്കിലാണ്, ആന്ധ്ര കസ്റ്റമേഴ്സാണ്. So talking about the precious stones in the jewelry industry would be most predominantly would be the rubies, the emeralds and the sapphires. Sapphires can be in blue, it can be in yellow, and also the most what is being used in the jewelry industry is the diamonds, which have been naturally found, and recent years they have also been lab grown diamonds,
but there's always a value which is there for the natural stones, that is especially for the diamonds. ജെം സ്റ്റോൺസിനെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ അസ്ട്രോളജി പ്രകാരമാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. ഇപ്പം നവരത്ന മോതിരം, അതിൽ നവഗ്രഹങ്ങളുടെ സ്റ്റോൺസുകളാണ് ഉള്ളത്. 9 പ്രീഷ്യസ് സ്റ്റോൺസുകളുണ്ടായിരിക്കും. ഡയമണ്ട് ഉണ്ടാവും, റൂബി ഉണ്ടാവും, എമറാൾഡ് ഉണ്ടാവും, കാറ്റ്സൈ ഉണ്ടായിരിക്കും, ഗോമേതകം ഉണ്ടായിരിക്കും, റൂബി ഉണ്ടായിരിക്കും, സഫയർ ഉണ്ടായിരിക്കും. അങ്ങനെ 9 സ്റ്റോൺസ് 9 പ്ലാനറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് തരുന്നത്. അതിനകത്തൊന്ന് ശ്രദ്ധിക്കണം, ഈ ഡയമണ്ട് ഉണ്ടല്ലോ, ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുക, ഒരു കൺസ്യൂമറിന് മനസ്സിലാക്കാനായിട്ട്, വിരലിലിട്ട് കഴിയുമ്പം ആ ഡയമണ്ട് നമ്മുടെ നഖത്തെ ഫേസ് ചെയ്യണം. അങ്ങനെയാണ് ചിലർ തല തിരിച്ചിടും. സെറ്റ് ചെയ്തിരിക്കുന്ന 9 കല്ലിൽ ഫ്രണ്ടിലെ നടുക്ക് 3 ലൈനിലായിരിക്കും. അതിൻ്റെ 1, 2 വരുന്ന ആ ഡയമണ്ട് ആയിരിക്കും വരുന്നത്. അത് എപ്പോഴും നഖത്തെ ഫേസ് ചെയ്യണം. അത് ഇൻ കേസ് പെൻഡൻ്റായിട്ട് ഇടുവാണെങ്കിൽ നമ്മുടെ ഹാർട്ടിന് താഴെയായിട്ട് താഴത്തോട്ട് ഡയമണ്ട് ഫേസ് ചെയ്യണം. അത് തല തിരിച്ചിടരുത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അസ്ട്രോളജിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രം. See, gems are expensive because these are all naturally formed, and it is not that easy to find it everywhere across the globe. So for example, rubies, there are Burmese rubies, but even in Burmese it is very difficult because only in certain part of the Burma it is being formed, and it is not that easy to mine. Nowadays the mining cost also goes up because the more deeper and deeper you extract, the more the mining cost is. പിന്നെ നാളനുസരിച്ച് ജനിച്ച സമയം അനുസരിച്ച് അസ്ട്രോളജേഴ്സ് സ്റ്റോൺസ് പറയും. സാറ്റർൺ ആണെങ്കിൽ സാധാരണ ബ്ലൂ സഫയർ ഉപയോഗിക്കാൻ പറയും. അത് സാറ്റർൺ ഈ ബ്ലൂ സഫയർ ഞാൻ പറയുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ പോയിസണസ് സ്റ്റോൺ. അത് കറക്റ്റായിട്ടുള്ള വ്യക്തി അത് അസ്ട്രോളജിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങളും ഉണ്ടാവും. ഗുണം ഉണ്ടാകണമെങ്കിൽ അവൻ കറക്റ്റായിട്ടായിരിക്കണം അത് യൂസ് ചെയ്തിരിക്കേണ്ടത്. പിന്നെ എമറൽഡ്, റൂബിയുണ്ട്. ഇതൊക്കെ വലിയ വില കൂടിയ കല്ലുകളാണ്. വില ഭയങ്കര 500 രൂപ ക്യാരറ്റിലിരുന്ന് 25 ലക്ഷം രൂപ ക്യാരറ്റ് വരെയുള്ള റൂബികൾ ഉണ്ട്. പിന്നെ അതിനകത്തും ഗ്ലാസ് ഫിൽഡ് റൂബീസ് വരുന്നുണ്ട്, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ റിയൽ റൂബി, എമറൽ, ബർമീസ് സഫയർ, ബ്ലൂ സഫയർ ആൻഡ് കാശ്മീരിയൻ ബ്ലൂ സഫയർ, അല്ലെങ്കിൽ ബർമീസ് റൂബി, കൊളംബിയൻ എമറൽഡ്, ഇതൊക്കെ എക്സ്പീരിയൻസിൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് നല്ലൊരു വാസ്റ്റ് നോളേജ് വേണം. പിന്നെ എനിക്കൊരു ഹാബിറ്റുണ്ട്, ഞാൻ 1 hour റീഡ് ചെയ്യും. അത് വായിക്കുന്നത് മുഴുവൻ ഒന്നുകിൽ ജെം സ്റ്റോൺസിനെ കുറിച്ചും ഉള്ള ബുക്സുകളോ അതല്ലെങ്കിൽ ഒരു സക്സസ് സ്റ്റോറി ഓഫ് എ പേഴ്സൺ, അതായിരിക്കും വായിക്കുക. എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ എന്നെക്കുറിച്ചുള്ള ഒരു പുകഴ്ത്തി പറയല്ല, ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. അത് ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈം 4:30 to 6 ആ ടൈമിലേ ഉള്ളൂ. മറ്റു സമയത്തൊന്നും എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുകയില്ല. ഫോൺ കോൾസും മറ്റേതുമായിട്ട് മോർണിംഗ് ടൈം, ആ ടൈമിൽ എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. നമ്മളിപ്പോൾ RBI ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അവർ പുറത്തേക്ക് വിടുന്നുണ്ട്. ലൈക്ക് എത്ര ഗോൾഡ് കൈവശം വയ്ക്കാം, എത്ര നമുക്ക് സെല്ല് ചെയ്യാം, ലിമിറ്റ്സ് ഒക്കെ വയ്ക്കുന്നുണ്ട് അവർ ഒരുപാട്. അതിനെയൊക്കെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടാവുന്നതെന്ന്? ആക്ച്വലി ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം വളരെ കാലം മുമ്പേ സെൻട്രൽ എക്സൈസ് കാലത്തെ ഉള്ള ഒരിതാണ്. പക്ഷേ ഇപ്പോൾ മീഡിയ ഇത് വലുതായിട്ട് എഴുതി എല്ലാവരും വിചാരിക്കുന്നു ഇത് പഴയ റൂളാണ്. ആക്ച്വലി ഒരു മാരീഡ് വുമന് 500 grams വിത്തൗട്ട് എനി ഡിക്ലറേഷൻ ഷീ ക്യാൻ ഹാവ്. പിന്നെ ഒരു അൺമാരീഡ് സിംഗിൾ മാൻ ക്യാൻ കീപ് 250 grams വിത്തൗട്ട് എനി. നിങ്ങൾക്ക് ഇനിയിപ്പോൾ 1 കിലോ 2 കിലോ വെക്കണമെന്നുണ്ടെങ്കിൽ യു കീപ്പ് ഇറ്റ് ഇൻ ഡിക്ലെയർ മീൻസ് യു ബൈ ഇറ്റ് ഇൻ യുവർ അക്കൗണ്ട് മണി. സി പാൻ കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് 2 lakhs and above ക്യാഷ് പർച്ചേസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ പിന്നെ 2 lakhs and above പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോൾ RTGS ആയിട്ടോ ചെക്കായിട്ടോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വാട്ടവർ ഗൂഗിൾ പേയോ മറ്റോ, അപ്പോൾ പാൻ കാർഡ് കൊടുക്കണം. എനി ട്രാൻസാക്ഷൻ എബൌട്ട് 2 lakhs യുവർ പാൻ കാർഡ് ഹാസ് ടു ബി ഗിവൺ. പിന്നെ KYC കൊടുക്കണം. അത് നമ്മൾ KYC ആധാർ കാർഡ്. ഓക്കെ, അപ്പം സാറിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഈ പ്രിൻസ് ജ്വല്ലറി എങ്ങനെയൊക്കെ ഇനി
മുന്നോട്ട് കൊണ്ടുവരാനാണ്? എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്? ഒത്തിരി പ്ലാനുകളുണ്ട്. പ്ലാനുകൾ കൂടുതൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അത് ഇങ്ങനെ പ്രിൻസ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നെക്സ്റ്റ് വാട്ട് ഈസ് പ്രിൻസ് എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ മുന്നിൽ ഞാൻ എൻ്റെ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വന്ന ശേഷം ആൾക്കാർ അറിഞ്ഞാൽ മതിയല്ലോ എന്താണെന്നുള്ളത്. ഓക്കെ, ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്ത സാറിനും ഫാമിലിക്കും വളരെ വലിയൊരു താങ്ക്സ് പറയുകയാണ്. സാറിനും സാറിൻ്റെ ഫാമിലിക്കും ഞങ്ങളുടെ വക ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ വിഷസ്. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെയും ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.